നമ്മുടെ വീട്ടിൽ ഒക്കെ പ്രായമായവരുണ്ടാവും അല്ലേ, വയോധികരുണ്ടാവും. അപ്പം വീട്ടിലുള്ള ഈ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴോ മറ്റുള്ളവർ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇവരുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ഇവരുടെ പരിഭവങ്ങൾ പറയാനും പരാതികൾ പറയാനും വീട്ടിൽ ആരുമില്ലാത്ത അവസ്ഥയാണ്, ഒരു തരം ഏകാന്തത. പക്ഷേ അവർക്കൊരു കൂട്ടായി മാറുകയാണ് ഇപ്പം നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള പകൽ വീടുകൾ. ഇപ്പോൾ കോഴിക്കോട്ടെ എടക്കാടുള്ള ഒരു പകൽ വീട്ടിലാണുള്ളത് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറേ ചെറുപ്പക്കാരന്മാരെയും ചെറുപ്പക്കാരികളെയും കാണാനാണ് വന്നത്, അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് വന്നത്. വയസ്സായിട്ടില്ല, നാടി നടിച്ചു മാത്രമേ തലയിൽ രോഗമില്ല. എൻ്റെ വീട്ടിലെ ഏറ്റവും ഒരു യങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ബോയ് ഇവിടെ ഉണ്ട്. എൻ്റെ സ്വന്തം അച്ഛനാണ്. കള്ളക്കാമുകനാട്ടോ ഇരിക്കുന്നത്. ചെറുപ്പകാലത്ത് ആരായിരുന്നു എന്നൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാം. ആരോടും പറയണ്ട, അച്ഛനൊന്നും വരുന്നില്ലല്ലോ അല്ലേ? റെഡി 1 2 3 അപ്പൊ ഇപ്പൊ ഇല്ലേ വീട്ടിലൊക്കെ അവിടെ ചടച്ചൊക്കെ ഇരിക്കുമ്പോ ഇവിടെ വരുമ്പോ എങ്ങനെയാണ്? ഇവിടെ വരുന്ന അതിനല്ലേ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ കയറാൻ പറയുമ്പോ എന്തും 78 കല്യാണം കഴിഞ്ഞ അന്ന് ഇന്നും കാണുന്ന ഒരേ മുഖല്ലേ. ഞാനത് ചേച്ചിനോട് ചേച്ചി അറിയണ്ട. അല്ല, അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുമ്പോ ഹാപ്പിയാണ് കാണുന്നത്. അപ്പൊ എല്ലാ ആൾക്കാരും വന്നു. ഒരു 9-9:30 വരിക. കള്ളക്കാമുകനാട്ടോ ഇരിക്കുന്നത്. ചെറുപ്പകാലത്ത് ആരായിരുന്നു എന്നൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാം. ആരോടും പറയണ്ട, അച്ഛനൊന്നും വരുന്നില്ലല്ലോ അല്ലേ? ഇപ്പം ഈ പകൽ വീടിന്ന് തുടങ്ങിയ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ വീട്ടില് പകൽ വീടാവുമ്പോ എങ്ങനെയാ ഞാൻ പോവാ, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു? അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് കുറച്ച് ഇതുണ്ടായിരുന്നു, എങ്ങനെയാ പറയാ എന്താ പറയാ ഒന്നും അറിയണ്ടെങ്കിൽ നിൽക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും പരിചയപ്പെട്ട് സോഷ്യലായി എല്ലാവരായിട്ട് ബന്ധമായി, എല്ലാവരും ബന്ധമായി. ഇപ്പോഴത്തെ 100-400 ആൾക്കാർ ഇവിടെ ഉണ്ട്. വൈകുന്നു വരുന്നത് എല്ലാവരായിട്ടല്ല ബന്ധം. വീട്ടിൽ നിന്നൊക്കെ എന്താ പറയാ? വീട്ടിൽ നിന്ന് ഞാൻ പകൽ വീട്ടിൽ പോകാന്ന് പറയും, അന്നാ പോയിക്കൊള്ളുന്ന വീട്ടുകാർക്കും ആശ്വാസമാണ്. കാരണം കൊച്ചു ഉണ്ടാവില്ലല്ലോ. പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ പോയ പോലെ ഫ്രണ്ട്സ് ഒക്കെ വയസ്സായിട്ടില്ല, നാടി നടിച്ചു മാത്രമേ തലയിൽ രോഗമില്ല. ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെടുത്തിത്തരാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒന്നു ചേർന്നിട്ട് ഓരോരുത്തരും വിഷമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തമ്മിൽ ചേർന്ന് സംസാരിക്കുക, കളിക്കുക, ചിരിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവരും മാനസിക ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടുമല്ലോ. ഞങ്ങളിപ്പോൾ കാഴ്ചക്ക് വയസ്സന്മാരാണെങ്കിൽ മനസ്സുകൊണ്ട് വയസ്സന്മാരല്ല, എല്ലാവരും ചെറുപ്പക്കാരാണിപ്പോൾ. ഇവിടെ വരുമ്പോൾ ഓരോ ആളെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം തോന്നുന്ന രൂപത്തിലുള്ള മുഖമായി ഓരോരുത്തരെയും മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമമാണ് അവർക്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യം. പക്ഷേ ഇന്നിപ്പോൾ ആരെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വിഷമം കാണില്ല, എല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നെയാണ് വരുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യവും. അപ്പോൾ പ്രായമായവര് കുഞ്ഞുങ്ങളെ പോലെയാണെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വാശികളും അവരുടെ സംശയങ്ങളും കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യും ഈ പകൽ വീട്ടിൽ ഒരാളുണ്ട്. അപ്പോൾ ആളെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പ്രസി ചേച്ചി, എന്താണ് ചേച്ചി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് ഇവിടെ ഒരു ദിവസം കടന്നു പോകുന്നത്? ഇവിടെ രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും എത്തും. പിന്നെ 9 ചിലപ്പോൾ 10 മണിയൊക്കെ ആവും. ചില വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അമ്മമാരൊക്കെ വീട്ടിൽ പണിയുണ്ടാവില്ല, അപ്പോൾ അങ്ങനെ കൊണ്ടുവരും. പിന്നെ ഒരു 10:30 ആകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലും. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മുമ്പേ ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ മുറിക്കലും എല്ലാത്തിലും ഒരു സഹായിച്ചു തരും. ഇപ്പം ഒരു 14 ദിവസമായിട്ട് ഞങ്ങൾ ഔഷധക്കഞ്ഞി കൊടുക്കുന്നുണ്ട്, കർക്കിടക മാസമായതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ എത്ര ആൾക്കാരുണ്ട് ഇപ്പം നിലവിൽ? ഇപ്പോൾ ദിവസം വരുന്ന ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും? ഡെയിലി ഇപ്പം 60ന്റെ മേലെ ആളുകൾ വരുന്നുണ്ട്. പിന്നെ മെമ്പർമാരെന്ന് പറയുമ്പം 400 സംതിങ് ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പം അവരെല്ലാവരും വരുന്നില്ല, ഇത്ര ആൾക്കാർ വരുന്നുണ്ട്, ഇത്ര ആളുകൾ വരുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരാണ്, നിങ്ങളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ. മാറി മാറി എല്ലാവർക്കും ഇന്നത്തെ അടുക്കള ഭരണക്കാര് ഈ ടീമാണ്. ഈ ടീമിന്റെ നേതാവ് വരാ ഒരു കഷ്ണം ക്യാരറ്റ് കൊടുത്തെ കൊറേ നേരം ഒരു കഷ്ണം ക്യാരറ്റ് അല്ലേ ചോദിച്ചുള്ളൂ. നേതാവ് അംഗങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പണിയെടുക്കും. സന്തോഷം.
കാനനച്ചായയിലടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. അപ്പം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണ് ഇവിടെ പകൽ വീട് നടന്നു പോകുന്നത്, അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്നവർ ഇവരാണ്. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. ചുരുക്കത്തിൽ ഇവരിവിടെ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അതുകൊണ്ടാണ് മിക്ക ആളുകളും ഇതൊരു പകൽ വീട്, മാതൃകാ പകൽ വീടാണ് എന്നുള്ളത്. അതിൻ്റെ എല്ലാ ഇതും ഞങ്ങൾക്ക് എല്ലാ സഹായവും ഞങ്ങൾ, പിന്നെ നാട്ടുകാരാണ് ഞങ്ങളെ കയ്യഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പകൽ വീട് ഒരു വിജയത്തിലോട്ട് മാറിയത്? വീടുകളിൽ ഒറ്റക്കായിട്ട് കുട്ടികൾ ജോലിക്ക് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ വിദേശത്തായിരിക്കും. അങ്ങനത്തെ ആളുകളെയൊക്കെ അവരുടെ ഒറ്റപ്പെടലിൽ നിന്നും മാറി നിന്ന് ഒരു കൂട്ടായ്മ, ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വേണ്ടി ആണ് ഇവിടെ വരുന്നത്. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഒരു ഭാഗത്തുനിന്ന്, പോരാത്തതിന് പബ്ലിക്കിൽ നിന്നുള്ള സഹായം അത് എന്തു തന്നെയായാലും നമുക്ക് വളരെ അത്യാവശ്യമാണ്. ആരും നോ എന്നുള്ളൊരു ഇത് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ പകൽ വീട് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എൻ്റെ വീട്ടിലെ ഏറ്റവും ഒരു യങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ബോയ് ഇവിടെ ഉണ്ട്, എൻ്റെ സ്വന്തം അച്ഛനാണ്. അപ്പോൾ എന്താണ് അച്ഛാ പകൽ വീട്? ഞങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഞങ്ങളെ സമാധാനക്കേടാകുമ്പോൾ അച്ഛൻ ഇവിടേക്കാണ് വരാറ്. അതിവിടെ ഒരു എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ തുടങ്ങിയ മുതൽക്ക് തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ മറ്റൊരു വാർഡിലായതിനെ കൊണ്ട് എനിക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നല്ല. പക്ഷേ രജിസ്റ്റർ ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭാസ്കരനായാലും അതിൽ ചായ ഒന്നും കുടിക്കാണ്ട് പറഞ്ഞേക്കില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ആളുകളൊക്കെ ആയിട്ടാകുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ്. വീട്ടിൽ ഇപ്പം മകളായാലും മകനായില്ല, പിന്നെ ഭാര്യ ജോലിക്ക് പോകും. പിന്നെ ഞാനിങ്ങനെ വരുമ്പോൾ വന്നിട്ട് ഇവിടെ ഒരു നല്ലൊരു എനർജി ഉള്ള ഇവിടുന്ന് വന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു എനർജി കിട്ടുന്നുണ്ട്. പാട്ടുകാരന്മാരെയും പാട്ടുകാരിമാരൊക്കെ ഒരു മത്സരം എന്നോണം ഒരു ഡാൻസാണ്. അത് വെറും ഡാൻസ് ഒന്നുമല്ല, കപ്പിൾ ഡാൻസ് ആട്ടോ. ഇവിടെ തൊഴിൽ പരിശീലനം കൂടി നടക്കുന്നുണ്ട്. അപ്പം തൊഴിൽ പരിശീലനത്തിനൊപ്പം ഇവിടെ തന്നെ സാധനങ്ങൾ നിർമ്മിച്ച് ചെറിയൊരു വരുമാനം കണ്ടെത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പ്രേമലത ചേച്ചിനോട് തന്നെ ചോദിക്കാം. ചേച്ചി, എന്തൊക്കെയാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഹാൻഡ് വാഷും ഡിഷ് വാഷുമാണ് ഉണ്ടാക്കുന്നത്. അതിൽ പിന്നെ ഗ്രൂപ്പ് തിരിച്ചിട്ട് അതിൽ 6 പേര് വീതമാണ് ഓരോ പ്രാവശ്യം വരുന്നത്. പിന്നെ ഇന്നുണ്ടാക്കിയ ഡിഷ് വാഷ് നാളെ കുപ്പിയിലാക്കും. അതിനും അതിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിന് പിറ്റേ ദിവസം 2 ഗ്രൂപ്പായിട്ട് ആൾ കയറുന്നുണ്ട്. എന്നിട്ട് അവർ ഒരു കൂട്ടർ കുപ്പിയിലാക്കും, ഒരു കൂട്ടർ വീണ്ടും ഡിഷ് വാഷ് ഉണ്ടാക്കും. ഇവിടെ മൊത്തത്തിൽ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാക്കണം. അപ്പോൾ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടോ പരാതികളോ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇവിടെ ആകെ ഒരു പ്രശ്നമായി നിൽക്കുന്നത് ഈ മരമാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ദിവസം ഒരു 100-150 കുട്ടികൾ മുതിർന്നവരെല്ലാവരും ഹെൽത്ത് സെൻ്ററുണ്ട്. അപ്പോൾ ഒരു 100 ആൾ മിക്കവാറും സമയത്ത് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ മരം ഏത് നിമിഷവും ഞങ്ങളെ തലയെ പതിക്കുമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പേടിച്ചും കൊണ്ടാണ് നിൽക്കുന്നത്. ക്യാമറാമാൻ അശ്വിനോടൊപ്പം അഞ്ജലി, ബ്രേവ് ഇന്ത്യ ന്യൂസ്.